ഭൂമി കുംഭകോണാരോപണം LDFും BJPയും തമ്മിലുള്ള ഒത്തുകളി എന്ന സംശയമെന്ന് കോൺഗ്രസ്. സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല. ലാബ്സ് MHLന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ്. ഇക്കൊല്ലത്തെ ഓണവും പവർ പ്ലസിനോടൊപ്പം ആഘോഷിക്കാം. എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ. പവർ പ്ലസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ. പുല്ലൂറ്റ് വില്ലേജിൽ പട്ടികജാതിക്കാർക്ക് വേണ്ടി നഗരസഭ വാങ്ങിയ ഭൂമിയിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന ആരോപണത്തിൽ പ്രതികരിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. കൊടുങ്ങല്ലൂരിൽ കോൺഗ്രസിനുണ്ടായ മുന്നേറ്റമാണ് ഇരുവരെയും വിരൽ പിടിപ്പിക്കുന്നതെന്നും DCC ജനറൽ സെക്രട്ടറി VM മുഹീദ്ദീൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് ES സാബു, വൈസ് പ്രസിഡന്റ് KP സുനിൽകുമാർ, മണ്ഡലം പ്രസിഡന്റ് PV രമൺ എന്നിവർ ആരോപിച്ചു. BJP തികച്ചും അടിസ്ഥാനരഹിതമായാണ് പുല്ലൂറ്റ് ഹരിജൻ കോളനിക്ക് സ്ഥലമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്താ കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 2010 കാലഘട്ടത്തിൽ 2008 കാലഘട്ടത്തിലാണ് ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യ നടപടിക്രമങ്ങൾ തുടങ്ങുന്നത്. ആ കാലത്ത് സബ് കമ്മിറ്റി വെച്ച് പരിശോധിച്ച് സ്ഥലമെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചോ കോൺഗ്രസ് കൗൺസിലർമാരെ സംബന്ധിച്ചോ ഈ കാര്യത്തിൽ യാതൊരുവിധ ഇടപെടലും സാധ്യമല്ലാത്തതാണ്. ഇവിടെ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലിരിക്കുന്ന LDFന്റെ ഭരണസമിതിയാണ് ഇതിൽ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോയിട്ടുള്ളത്. അത് ആ കാര്യത്തിൽ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുമ്പോട്ട് പോവുകയും അതിൽ കോൺഗ്രസിന്റെ കൗൺസിലർമാരായ ശ്രീ KP സുനിൽകുമാറും അതുപോലെ തന്നെ ശ്രീദേവി വിജയകുമാർ അടക്കമുള്ള ആളുകൾ സാക്ഷിയായിക്കൊണ്ടാണ് ആ കേസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവർ സാക്ഷിയായി മുമ്പോട്ട് പോയി എന്ന് പറഞ്ഞാൽ അതിൽ കോൺഗ്രസിനുള്ള അല്ലെങ്കിൽ UDF കൗൺസിലർമാർക്കുള്ള ആക്ഷേപം കൂടി ഉന്നയിക്കുന്നതിനും പരാതി വിജിലൻസിന് മുമ്പാകെ ബോധിപ്പിക്കുന്നതിനും കൂടി വേണ്ടിയാണ് അവർ സാക്ഷിയായി മുമ്പോട്ട് പോയിട്ടുള്ളത്. എന്നാൽ ആ കാലഘട്ടത്തിൽ 6 കൗൺസിലർമാരുണ്ടായിരുന്ന BJP ഇതിൽ സാക്ഷിയാകുവാനോ പരാതി ഉന്നയിക്കുവാനോ തയ്യാറാവുകയുണ്ടായില്ല. ഇപ്പോൾ 2008 നടന്ന സംഭവം തുടർന്ന് 10 ഒക്കെയായി ഉണ്ടായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികളെ കുറിച്ച് ഇപ്പോൾ 2025 ആശയവുമായി വന്നിരിക്കുന്നത് കോൺഗ്രസിന് രാജ്യവ്യാപകമായും പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റത്തിൽ വിരളി പിടിച്ചുകൊണ്ടാണ്. അതിൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്തി ഇവർ ആരോപണം ഉന്നയിക്കുന്നത്. കാരണം തികച്ചും LDF ഭരണസമിതി മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഭരിച്ചിരുന്ന കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസിന് ഒന്നും തന്നെ അക്കാര്യത്തിൽ ചെയ്യാനില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നിട്ടും കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും കക്ഷി ചേർക്കണമെന്ന രീതിയിൽ അന്നത്തെ കൗൺസിലർ അന്ന് രൂപീകരിച്ച ഈ സ്ഥലമെടുപ്പിന് വേണ്ടി രൂപീകരിച്ച സബ് കമ്മിറ്റിയിൽ അംഗം പോലുമായിരുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ അതിലേക്ക് ഉൾപ്പെടുത്തി തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നത് ഇന്ന് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ആവേശകരമായ രീതിയിൽ കൂടുതൽ സീറ്റുകളോടുകൂടി മുന്നോട്ട് വരുമെന്നുള്ള വലിയ ഭീതി നിമിത്തമാണ് ഇപ്പോൾ BJP ഇത്തരമൊരു ആരോപണവുമായി വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നാളിതുവരെ കഴിഞ്ഞ 15 വർഷക്കാലമായി LDFനെതിരെ ഇത്ര വലിയ, അതായത് പ്രതിപക്ഷത്ത് 1-2 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് BJP കഴിഞ്ഞ 4 വർഷമായി 4.5 വർഷമായി ഇപ്പോൾ ഇരിക്കുന്നത്. അവർ അവിടെ കൗൺസിലിലോ പുറത്തോ പോലും യാതൊരു എന്നൊരക്ഷരം ഈ ആരോപണം പറഞ്ഞുകൊണ്ട് മിണ്ടാതെ ഇപ്പോൾ ഇലക്ഷൻ ആയപ്പോൾ ഇത്തരം ഒരു നാടകവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് കോൺഗ്രസിനെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. എന്തെങ്കിലും LDF ചെയ്തിട്ടുണ്ടോ എന്ന് വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അതിൽ സാക്ഷി പറയുന്നതിന് വേണ്ടി കോൺഗ്രസിന് പറയുവാനുള്ള കാര്യങ്ങൾ പറയുന്നത് കോൺഗ്രസ് കൗൺസിലർമാരായിരുന്നവർ അതിൽ സാക്ഷിയുമാണ്. ഇത് എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ഇതിൽ ഉൾപ്പെടുത്തി ഇങ്ങനെ BJP ഒരു ആരോപണം ഉന്നയിച്ചത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇത് BJPയും LDFും തമ്മിലുള്ള ഒത്തുകളിയാണോ എന്നും ഞങ്ങൾക്കറിയില്ല. അതേക്കുറിച്ച് ആണ് പരിശോധിക്കേണ്ടത്. LDFും BJPയും ഒത്തുചേർന്നുകൊണ്ട് കോൺഗ്രസിനെ ഇതിൽ കക്ഷിയാക്കുവാനുള്ള ഒരു ശ്രമം കൂടിയാണ് നടക്കുന്നത്. കാരണം കോൺഗ്രസ് വളരെ
ശക്തമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. കോൺഗ്രസിന് സീറ്റുകളിൽ വലിയ വർധനവുണ്ടാകുമെന്നുള്ള ഭീതി LDF-നും BJP-ക്കും ഒരുപോലെയുണ്ട്. അതിന്റെ ഒരു പരിണിത ഫലമാണ് ഈ